അക്ഷര. എനിക്ക് 23 വയസ്സാണ്. പക്ഷെ കണ്ടറിയില്ലെന്നാണ് എല്ലാവരും പറയാറ്. ഇത് കേൾക്കുന്ന ഒരു സുഖമാണെന്നുണ്ടെങ്കിലും ഇത് അറിഞ്ഞോളൂ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണല്ലേ, ഒന്ന് വീതം 3 നേരം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്റെ പേരിൽ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ അപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണം. എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ അറിയാം, എത്രയാണ് പഠിക്കുന്നത്? കഷ്ടപ്പെട്ട് PG പഠിച്ച് നെറ്റും ക്വാളിഫൈ ചെയ്ത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണം. എന്നോടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ട് എന്നോട് ഉത്തരം പറയാൻ വേണ്ടി അനുവദിക്കോ? അതുമില്ല. അവരെന്നിട്ട് ഗസ് ചെയ്യാൻ എത്രയിലാണെന്ന് അവർ ഗസ് ചെയ്യണം. 10, +2, ഡിഗ്രി, PG പോലും ആരും പറയാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ തന്നെ പറ, എന്താ അത്രയ്ക്ക് മോരടിച്ചിട്ടാണോ ഞാൻ ഇരിക്കുന്നത്? ഇനി ഇതൊന്നും പോരാണ്ട് എൻ്റെ കോളേജിലെ അവസ്ഥ എന്താണെന്നറിയോ? എൻ്റെ കോട്ട അടിക്കാടില്ലാണ്ട് ഞാൻ എങ്ങാനും പുറത്തു പോകാൻ നോക്കിയാൽ സെക്യൂരിറ്റി എന്നോടേക്ക് എക്സിറ്റ് ഇടും. അവിടുത്തെ സ്റ്റുഡൻ്റാന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ എന്നോട് എന്ന് പറയും. മിസ്സിനെ കാണാൻ ഒരു 19-20 വയസ്സേ തോന്നിക്കുള്ളൂ. അതിൻ്റെ അപ്പുറം തോന്നിക്കില്ല. മിസ് ഭയങ്കര ചെറുതായിട്ടൊന്നും. ഞാൻ പഠിത്തൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിൽ എന്നെ എന്ത് പറഞ്ഞിട്ടാണ് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു മിസ്സാ, ഒട്ടും വലിപ്പില്ല. എൻ്റെ അത്ര പോലും വലിപ്പില്ല. ഞാൻ ആ മിസ്സിനെ കാട്ടിലും വലുതാണ്. അവളുടെ ഉമ്മയ്ക്ക് ഞാനൊരു മിസ്സാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കാണാൻ ഒരു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. ഇനി ഇതൊന്നും പോരാ, ഒരു ഡസൺ കണക്കിന് ചോദ്യങ്ങൾ. ഈ ശരീരം വെച്ചുകൊണ്ട് നീ ഇനി കോളേജ് പിള്ളേർ പഠിപ്പിക്കുന്നത്? സത്യം പറ, അവരെ പറഞ്ഞാൽ കേൾക്കാറുണ്ടോ? അവരൊക്കെ എന്തെങ്കിലും വില തരാറുണ്ടോ? ഇവരോട് ചൂടാവാറുണ്ടോ? മിക്കവാറും ഇയാൾക്കൊരു കോമഡി പീസാണല്ലേ. ഇത്തിരി പോകുന്ന ഒരു ശരീരം, എന്ന് പറഞ്ഞൊരു ഒച്ച. എൻ്റെ സ്റ്റുഡൻസ് എന്തായാലും അന്നെക്കാട്ടിലും വലിപ്പില്ലേ. തോന്നിയാൽ ഇങ്ങനെ വരും. കുട്ടിയെ കണ്ട ടീച്ചറാണെന്നും ടീച്ചർ കണ്ട കുട്ടിയാന്ന് തോന്നില്ല. സ്വാഭാവികം മാത്രം. എന്തെങ്കിലും കഴിക്കണം മിസ്റ്റർ. എന്നെപ്പോലെയുള്ള കുഞ്ഞു മനുഷ്യന്മാരെ നിങ്ങൾ കളിയാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ മുതുക്കികളും മുതുക്കന്മാരും ആയിപ്പോയതുകൊണ്ടാണ്. അതിൻ്റെ അസൂയും ഉഞ്ചോടെ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ചെറുത്താൻ പറയിപ്പിക്കുകയാണ്.